Hello, dear friends. Welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ മൊഡ്യൂൾ 4-ലെ എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. പലപ്പോഴും പുതുതായിട്ട് പഠിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് എലമെൻ്ററി പാർട്ടിക്കിൾസ്. ഞാൻ ഈ എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉള്ള ടോപ്പിക്ക് ഡീറ്റെയിൽഡായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. പരമാവധി കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ 20 MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെക്ചറാണ്. തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് എലമെൻ്ററി പാർട്ടിക്കിൾസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്താണെന്നുള്ളതാണ്. എലമെൻ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോട്ടോൺ നമുക്കറിയാം. പ്രോട്ടോൺ ഒരു എലമെൻ്ററി പാർട്ടിക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അല്ല എന്ന് പറയേണ്ടി വരും. പ്രോട്ടോൺ നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. പക്ഷേ പ്രോട്ടോൺ ഒരു എലമെൻ്ററി പാർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടത്. കാരണം പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 3 ക്വാർക്ക് കൊണ്ടാണ്. 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും കൊണ്ടാണ് പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പ്രോട്ടോൺ എന്തല്ല, ഒരു എലമെൻ്ററി പാർട്ടിക്കിൾ അല്ല. ഓക്കെ, ബേസിക് പാർട്ടിക്കിൾസിൽ നമ്മൾ പ്രോട്ടോണിനെയൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം, ആദ്യം നമ്മൾ വിശ്വസിച്ചിരുന്ന ആറ്റാണ് ബേസിക് പാർട്ടിക്കിൾ എന്നാണ് വിശ്വസിച്ചിരുന്നത്, അല്ലേ? ജോൺ ഡാൾട്ടൻ്റെ തിയറിയിലൊക്കെ പറയുന്ന ആറ്റമാണ് ബേസിക് പാർട്ടിക്കിൾ. പിന്നെ മനസ്സിലായി ആറ്റത്തിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഡീപ്പായി സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായതാണ് പ്രോട്ടോൺസ് ഉണ്ടാക്കിയിരിക്കുന്ന 3 ക്വാർക്കുകൾ കൊണ്ടാണ്. 3 ക്വാർക്സ് കൊണ്ടാണ് പ്രോട്ടോൺസ് ഉണ്ടാക്കിയിരിക്കും, അല്ലേ? അതുപോലെ ന്യൂട്രോൺസും അങ്ങനെ തന്നെയാണ്. ന്യൂട്രോൺസ് 3 ക്വാർക്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് UDD. 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും. ഇവിടെ 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും. ഓക്കെ, അപ്പോൾ ക്വാർക്സ് ബേസിക് പാർട്ടിക്കിൾസ് ആണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒന്നും ഇതല്ല, ബേസിക് പാർട്ടിക്കിൾസ് അല്ല. ഇലക്ട്രോൺസ് ബേസിക് പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോണിനെ വീണ്ടും നമുക്ക് ഇലക്ട്രോണിനൊരു കോമ്പോസിഷൻ ഒന്നുമില്ല. ഐ മീൻ ഉള്ളിൽ വേറെ പാർട്ടിക്കിൾസ് ഒന്നും. ഇലക്ട്രോൺ വളരെ ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ പറ്റി പറയുന്ന ഫിസിക്സിലെ മോഡലാണ് സ്റ്റാൻഡേർഡ് മോഡൽ. പാർട്ടിക്കിൾ ഫിസിക്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്ന മോഡലാണ് സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് ബേസിക് പാർട്ടിക്കിളായിട്ട് ക്വാർക്സ് ഉണ്ട്. എത്ര ക്വാർക്സ് ഉണ്ട്? അപ്പ്, ഡൗൺ, ചാം, സ്ട്രേഞ്ച്. ആ പേരുകൾ ആ ടേബിൾ തന്നെ എഴുതിയിട്ടുണ്ട്. ടോപ്പ്, ബോട്ടം, ഇങ്ങനെ 6 ക്വാർക്സ് ഉണ്ട്. ഇവർ 3 പേരായിട്ടാണ് പറയാം. അപ്പ്, ഡൗൺ, ചാം, സ്ട്രേഞ്ച്നെസ്, ടോപ്പ്, ബോട്ടം. 3 പേയേഴ്സ് ആയിട്ട് 6 ക്വാർക്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ലെപ്റ്റോൺസ് ബേസിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസിൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന ഇലക്ട്രോൺസ് അതിന് ന്യൂട്രിനോ, മ്യൂവോൺ ഉണ്ട്, അതിൻ്റെ ന്യൂട്രിനോ ഉണ്ട്, ടവോൺ അല്ലെങ്കിൽ ടോ പാർട്ടിക്കിളും ടോ ന്യൂട്രിനും ഉണ്ട്. ഇത് 3 പെയറാണ്. 3 ജനറേഷൻ നമ്മൾ പറയാറുണ്ട്. ഇവിടെ അപ്പ്, ഡൗൺ, ചാമ്, സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം 3 ജനറേഷൻ ഉള്ള പോലെ ലെപ്റ്റോൺസിൻ്റെ കേസിലും 3 ജനറേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ 4 ഇവരെ നമ്മൾ വിളിക്കുന്നവർ 4 മാത്രമല്ല, ഈ 5 എണ്ണം നമുക്ക് കൂട്ടാം. ഓക്കെ, ഹിഗ്സ് ബോസോൺ 2012 കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് ഹിഗ്സ് ബോസോൺ. പദാർത്ഥങ്ങൾക്ക് മാസ് നൽകുന്നതിൽ പ്രധാനപ്പെട്ടൊരു കണികയാണ് ഹിഗ്സ് ബോസോൺ എന്നുള്ളത്. മാറ്ററിനല്ല, എല്ലാ പദാർത്ഥങ്ങൾക്കും മാസ് കിട്ടുന്നത് ഹിഗ്സ് ബോസോണിലൂടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ 5 പേരും എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഗേജ് ബോസോൺസ് വിളിക്കുക. ഗേജ് ബോസോൺസ് പറഞ്ഞാൽ നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് കാരണമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗേജ് ബോസോൺസും എന്താണ്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് മാസിന് കാരണമായിട്ടുള്ള ഹിഗ്സ് ബോസോണും നമുക്ക് ഈ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ 6, 12, പിന്നെ ഇവിടെ 16, 17 ബേസിക് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് പഠിക്കുന്നത്. 17 എലമെൻ്ററി പാർട്ടിക്കിൾസ്. അവർ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവർ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ലെപ്റ്റോൺസ് നമ്മൾ പറഞ്ഞു 3 ജനറേഷൻ ഉണ്ട്. ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ ന്യൂട്രിനോ ഉണ്ട്. ന്യൂ എന്നുള്ള സിമ്പിളാണ് നമ്മൾ കൊടുക്കുക. ഇലക്ട്രോൺ, ന്യൂട്രിനോ. മ്യൂവോൺ ഉണ്ട്, അതിൻ്റെ ന്യൂട്രിനോ ഉണ്ട്. ടോ പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ ന്യൂട്രിനോ ഉണ്ട്. ഇതിനെ മ്യൂ എന്നാണ് എഴുതുക. ഇത് ന്യൂ ടോ ആണ്. ഓക്കെ, 3 ജനറേഷൻ. ഇങ്ങനെ 3 ജനറേഷൻ ഉണ്ട് ലെപ്റ്റോൺസ്, 6 എണ്ണം. ഓക്കെ, ഇതിനൊക്കെ ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ നമുക്കറിയാം പോസിട്രോൺ ആണ്. അതുപോലെ ന്യൂട്രിനോയുടെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി ന്യൂട്രിനോ ആണ്. അപ്പോൾ എല്ലാത്തിനും ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇതേപോലെ നമ്മൾ ഒരു ക്വാക്സ് 6 അപ്പ് ഡൗൺ ഒരു ജനറേഷൻ, ചാം സ്ട്രേഞ്ച് രണ്ടാം ജനറേഷൻ, ടോപ്പ് ബോട്ടം മൂന്നാം ജനറേഷൻ. നമ്മൾ ഈ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ജനറേഷൻസ് ഓഫ് ക്വാക്സ് ആൻഡ് ലെപ്റ്റോൺസ്, ജനറേഷൻസ് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ കേട്ടോ. 3 ജനറേഷൻ, ലെപ്റ്റോൺസിൻ്റെ 3 ജനറേഷൻ. നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്പിൻ, ഈ സ്പിൻ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്പിൻ. വളരെ ഇൻട്രിൻസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മൾ സ്പിൻ ഹാഫ് ഉള്ള പാർട്ടിക്കിൾസ്, സ്പിൻ ഹാഫ് മാത്രമല്ല 3/2 ഒക്കെ വരാം. ഈ ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻ എന്ന് പറയാം. ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻ പ്രധാനമായിട്ട് കൂടുതൽ പാർട്ടിക്കിൾസിൻ്റെ സ്പിന്ന് ഹാഫായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന, ഇപ്പോൾ ന്യൂട്രോണിൻ്റെ സ്പിന്ന് ഹാഫാണ്, പ്രോട്ടോണിൻ്റെ സ്പിന്ന് ഹാഫാണ്, ഇലക്ട്രോൺസിൻ്റെ സ്പിന്ന് ഹാഫാണ്. ഓക്കെ, സ്പിൻ 3/2 ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ജനറലി ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻ വരുന്ന പാർട്ടിക്കിൾസിനെ ഫെർമിയോൺസ് ആണ് വിളിക്കുക. ഫെർമിയോൺസ് ആണ് വിളിക്കുക. സ്പിൻ 1 അല്ലെങ്കിൽ 2 ഇങ്ങനത്തെ വാല്യൂസ് ഇൻ്റഗ്രൽ സ്പിൻ വരുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് ആണ് വിളിക്കുക. ഇൻ്റഗ്രൽ സ്പിൻ, ഈ സ്പിന്ന് 1 0 വരാം കേട്ടോ, 0 വരാം, 1 2 അങ്ങനെ ഇൻ്റഗ്രൽ സ്പിൻ വരുന്ന പാർട്ടിക്കിൾസ് നമ്മൾ ബോസോൺസ് വിളിക്കുക. ഈ ബോസോൺസിൽ തന്നെ 0 സ്പിന്നുള്ളവരെ സ്കാലർ ബോസോൺസ് ആണ് വിളിക്കുക. സ്പിൻ 1 ഉള്ളവരുണ്ട്, 2 ഉള്ളവരുണ്ട്, ബാക്കി എല്ലാവരെയും നമ്മൾ വെക്ടർ ബോസോൺസ് ആണ് വിളിക്കുക. 0 സ്പിന്നുള്ളവരെ നമ്മൾ എന്ത് വിളിക്കാം? സ്കാലർ ബോസോൺസ് ആണ് വിളിക്കുക. സ്കാലർ ബോസോണിൻ്റെ എക്സാമ്പിളാണ് ഹിഗ്സ് ബോസോൺ. സ്കാലർ ബോസോണിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹിഗ്സ് ബോസോൺ. നമുക്ക് അതിലേക്ക് വരാം. ഈ വെക്ടർ ബോസോൺസ് നമ്മൾ പഠിക്കുമ്പോൾ ഫോട്ടോൺസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 4 ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സ് പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് പഠിക്കുക ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പിന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ബാക്കി എല്ലാ ഫോഴ്സുകളും ഈ 4 ഫോഴ്സുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ. ഈ 4 ഫോഴ്സുകളെ മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്. ഞാൻ നേരത്തെ ഗേജ് ബോസോൺസ് പറഞ്ഞില്ലേ, 4 ഫോഴ്സുകൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ഗ്രാവിറ്റോൺസ് ആണ്. പക്ഷെ ഗ്രാവിറ്റോൺസ് ഇപ്പോഴും ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിളാണ്, അങ്ങനെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ഗ്രാവിറ്റോൺസിൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഗരാവിറ്റേഷൻ ഫോഴ്സ് മീഡിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 മാസുകൾ തമ്മിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റോൺസിൻ്റെ എക്സ്ചേഞ്ച് വഴിയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഗ്രാവിറ്റോൺസിനെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴത് ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ള ഫോട്ടോൺസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മീഡിയേറ്റർ ആണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ടിക്കിളാണ്. W+ഉം W- ബോസോൺസും ബോസോൺസും Z0 എന്ന് എഴുതിയിട്ടില്ല. ഇവർ എല്ലാം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവരുടെ എക്സ്ചേഞ്ച് വഴിയാണ്. ഗ്ലൂവോൺസ് എന്നുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളാണ്. 8 തരം ഗ്ലൂവോൺസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് പഠിക്കാനില്ല. ഗ്ലൂവോൺസ് ഉള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസാണ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവരെല്ലാം ബോസോൺസ് തന്നെയാണ് അറിയപ്പെടുന്നത്. ബോസോൺസ് ഇൻ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അവരെല്ലാം ബോസോൺസ് അറിയപ്പെടുന്നത്. ഇനി ഗ്രാവിറ്റോൺസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാവിറ്റോൺസിനെ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ എല്ലാ ഫോഴ്സുകളും നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യാൻ ഫോട്ടോൺസ് ഉള്ള പോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും മീഡിയേറ്റ് ചെയ്യാനൊരു പാർട്ടിക്കിൾ ഉണ്ടാവും എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ്. അതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞ ഗ്രാവിറ്റോൺസ് എന്നുള്ള കൺസെപ്റ്റ്. ഗ്രാവിറ്റോൺസിൻ്റെ സ്പിന്ന് 2 ആണ്. സ്പിൻ 2 ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ വേറെ അധികമൊന്നും പഠിക്കുന്നില്ല. ഗ്രാവിറ്റോൺസിന് സ്പിൻ 2 ആണ്. ഒരു ടെൻസർ ഫോഴ്സ് ആയിട്ട് നമുക്ക് ഗ്രാവിറ്റിയെ പറയാം. സ്പിൻ 2 ഉള്ളൊരു മീഡിയേറ്റർ ആണ്. അത് ടെൻസർ ഫോഴ്സ് ആയതുകൊണ്ട് അതിനുണ്ടായിരിക്കേണ്ടത്. കൂടുതലൊന്നും വേണ്ട, സ്പിൻ 2 ആണെന്നുള്ള മനസ്സിലാക്കാം. ഗ്രാവിറ്റോൺസ് മാസ്ലെസ് ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഫോട്ടോൺസിൻ്റെയൊക്കെ പോലെ. കാരണം മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ആണല്ലോ, ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആയതുകൊണ്ട്. ചാർജ് ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യുന്ന. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ റേഞ്ചൊക്കെ നമുക്കറിയാം, ഇൻഫൈനൈറ്റ് റേഞ്ചാണ്. അപ്പോൾ ഗ്രാവിറ്റോൺസ് സ്പിൻ 2 പാർട്ടിക്കിൾസ് ആണ്, ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിളാണ്, ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല.
നമ്മൾ ഹിഗ്സ് ബോസോൺ എന്നുള്ള പാർട്ടിക്കിൾ സ്റ്റാൻഡേർഡ് മോഡലിൽ കണ്ടു. അത് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഹിഗ്സ് ബോസോൺ. 2012 അത് കണ്ടെത്തിയിട്ടുള്ളത് ഹിഗ്സ് ബോസോൺ എന്നുള്ള പാർട്ടിക്കിളാണ്. ഈ ഹിഗ്സ് ബോസോൺ സ്പിൻ സീറോ ആയിട്ടുള്ള ബോസോൺ ആണ്. സബ്സ്റ്റൻസിനെല്ലാം മാസ് നോക്കുന്നൊന്ന് വായിച്ചു. ഹിഗ്സ് ബോസോൺ ഈസ് ദ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ അസോസിയേറ്റ് വിത്ത് ദ ഹിഗ്സ് ഫീൽഡ്. ഹിഗ്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫീൽഡ് ഉണ്ട്, ഹിഗ്സ് ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിനാണ് മാസ് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഹിഗ്സ് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് എന്ത് കിട്ടും? മാസ് കിട്ടും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഹിഗ്സ് ഫീൽഡായിട്ട് പാർട്ടിക്കിൾസ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഹിഗ്സ് ബോസോൺസ് വഴിയാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹിഗ്സ് ഫീൽഡായിട്ട് മറ്റു പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ ആയിക്കോട്ടെ, ന്യൂട്രോൺ ആയിക്കോട്ടെ, ആറ്റങ്ങളായിക്കോട്ടെ, എന്ത് വലിയ മാസ്സായാലും അവരെല്ലാം ഇപ്പോൾ സ്റ്റാർസ് ആയിക്കോട്ടെ ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത് ഹിഗ്സ് ബോസോൺസ് വഴിയാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സ്പിൻ സീറോ ആണ്, സ്പിൻ സീറോ ബോസോൺ ആണ് ഹിഗ്സ് ബോസോൺ എന്നുള്ളത്. 2012 കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്ക് അടിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ലാബറട്ടറി ഉണ്ട്. ഏറ്റവും വലിയ പാർട്ടിക്കിൾ ഫിസിക്സ് റിസർച്ച് ലാബറട്ടറിയാണ്. അവിടെയുള്ള LHC, ലാർജ് ഹാഡ്രൺ കൊളൈഡർ, അവിടുത്തെ എക്സ്പെരിമെൻ്റ് സെറ്റപ്പിന് നമ്മൾ ലാർജ് ഹാഡ്രൺ കൊളൈഡർ എന്ന് പറയാം. പാർട്ടിക്കിൾ ആക്സലറേറ്റർ എന്നാണ് അതിന് പറയുക. പാർട്ടിക്കിൾസിനെ വളരെ ആക്സലറേറ്റ് ചെയ്തിട്ട് അവരെ കൊളൈഡ് ചെയ്യിക്കുക. ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഹിഗ്സ് ബോസോൺ കണ്ടെത്തുന്നത് രണ്ട് പ്രോട്ടോൺസിനെ വളരെയധികം ആക്സലറേറ്റ് ചെയ്ത് ലൈറ്റിനടുത്തുള്ള സ്പീഡിലേക്കൊക്കെ ആക്സലറേറ്റ് ചെയ്ത് കൊളൈഡ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിലാണ് ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയിട്ടുള്ളത്. ആ കൊളീഷൻ നടക്കുമ്പോഴാണ് നമ്മൾ ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഹിഗ്സ് ബോസോണിന് മാസ് ഉണ്ട്. മാസ് നമ്മൾ എനർജിയുടെ ടേംസിലാണ് സാധാരണ മാസ് പറയുക ന്യൂക്ലിയർ ഫിസിക്സിൽ. അതുകൊണ്ട് 125 ഗിഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ c², 125 ഗിഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ c² എന്നുള്ള ഇതിലാണ്, എനർജിയുടെ ടേംസിലാണ് പറയുന്നത്. ഇത് നമുക്കറിയാം E = mc² എന്ന് വരുന്ന ഒരു ഇതാണ്. മാസിനെ നമുക്ക് എനർജി ബൈ c² എന്ന് എഴുതാം. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട് പെർ c². c² എന്നുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് വരുന്നത്. അപ്പോൾ ഈ ടേംസിലാണ് കൂടുതലും മാസ് പറയുക. ഇതിൽ ഇലക്ട്രോൺ വോൾട്ട് പറയും, മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പറയും. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. അതുപോലെ ഗിഗ ഇലക്ട്രോൺ വോൾട്ട് പറയും. ഗിഗ 10⁹9 ആണ്. ഓക്കെ, ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയ ലാബിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്ക് അടിയിലുള്ള 100 മീറ്റർ അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ലാബറട്ടറിയാണ്. ഏകദേശം 28 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള ലാബറട്ടറിയാണ്. അപ്പം സേണിൻ്റെ ഫുൾ ഫോം, സേൺ എന്നുള്ള പേര് വരുന്നത് ഒരു ഫ്രഞ്ച് പേരുന്നാണ്. കൗൺസിൽ യൂറോപ്യൻ പോർ ലാ റിസർച്ച് ന്യൂക്ലിയർ ഇൻ ഫ്രഞ്ച്. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ഇതാണ്, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഓഫ് ന്യൂക്ലിയർ റിസർച്ച്, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഇതിൻ്റെ സേൺ എന്നുള്ള ഷോർട്ട് ഫോം വരുന്നത്. ശരിക്കും ഫ്രഞ്ചിൽ നിന്നാണ് ഷോർട്ട് ഫോം വരുന്നത്. C ഉണ്ട്, E ഉണ്ട്, R ഉണ്ട്, N ഉണ്ട്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് യൂറോപ്യൻ സെൻറ്റർ ഫോർ അല്ലെങ്കിൽ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്നുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിക്കിൾ ഫിസിക്സ് ലാബറട്ടറിയാണ്. ഈ WWW വേൾഡ് വൈഡ് വെബ് ഒക്കെ കണ്ടെത്തുന്നത് ഈ ലാബറട്ടറിയിൽ തന്നെയാണ്. അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ ആദ്യം യൂസ് ചെയ്തിരുന്നത്. പിന്നെയാണത് ഗ്ലോബലായത്. ഈസ് എൻ അണ്ടർഗ്രൗണ്ട് ലാബറട്ടറി എന്നുള്ള പ്രത്യേകതയുണ്ട്. LHC, ലാർജ് ഹാഡ്രൺ കൊളൈഡറിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോഗ്രാഫാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത്. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ക്വാക്സിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് പറയുമ്പോൾ നമ്മൾക്ക് ക്വാക്സ് ഇപ്പോൾ 6 ക്വാക്കല്ലേ ഉള്ള, അപ്പ് ഡൗണും ചാമും സ്ട്രേഞ്ചിനെസ്സും ടോപ്പും ബോട്ടവും. ഇപ്പോൾ ഇവരുടെ ചാർജ് പറയുമ്പോൾ ക്വാക്സിൻ്റെ ചാർജ് ഉണ്ട്. ക്വാക്സിൻ്റെ ചാർജ് അപ്പ് എന്നുള്ളതിന് +2/3 ആണ്. അതുപോലെ ഇതിലെ ചാമിന് +2/3 ആണ്. ടോപ്പിനും +2/3 ആണ്. ഈയുടെ +2/3, മനസ്സിലായ? 2/3 ടൈംസ് C ആണ്, മനസ്സിലായ? ഇതിപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം. മുകളിലുള്ളവർക്ക് ഇവർക്കാണ് +2/3 വരുന്നത്. ഇവർക്ക് 3 പേർക്കും +2/3 ആണ് ചാർജ്. അപ്പ്, മനസ്സിലായ? അവിടുത്തെ ആദ്യം കാണുന്നത് ഇവരുടെ എല്ലാം ചാർജ് -1/3 ആണ്. -1/3 ഡൗൺ ക്വാർക്കിൻ്റെ. ഇപ്പോൾ നമ്മൾ പ്രോട്ടോൺസിൻ്റെ കേസ് പറഞ്ഞു. പ്രോട്ടോൺസ് UUD ആണ്. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ ചാർജ് വരുന്നതെന്ന് വെച്ചാൽ 2 അപ്പ് ക്വാർക്കിൻ്റെ ചാർജ് +2/3 +2/3, ഒരു ഡൗൺ ക്വാർക്ക് -1/3 അല്ലേ.
അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. നമുക്കറിയാം 2 + 2 + 4 2 + 2 എന്നുള്ള 4 ആണ്. 4 - 1 3 ആണ്. അങ്ങനെയാണ് 1 മനസ്സിലായി. ഇത്രയും ടൈംസ് ഇ ആണ് കേട്ടോ, എല്ലാത്തിൻ്റെ കൂടെ ഇ ഉണ്ട്. അപ്പോൾ 1 ഇ എന്നുള്ള ചാർജ് നമുക്കറിയാം, പ്രോട്ടോൺ ചാർജ് ഇ തന്നെയാണ്, പ്ലസ് ഇ ആണ്. അതിങ്ങനെയാണ് കിട്ടുന്നത്. അതേപോലെ ന്യൂട്രോണിൻ്റെ ചാർജ് നോക്കൂ. ന്യൂട്രോൺ എന്നുള്ളത് UDD അല്ലേ. അപ്പോൾ ഒരു അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും. അപ്പോൾ +2/3 -1/3 -1/3. ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണ്. 2 - 1 -1 അല്ലേ, /3 0/3 0 ആണ് ന്യൂട്രോണിൻ്റെ ചാർജ്. ഇങ്ങനെയാണ് ചാർജുകൾ വരുന്നത്. അപ്പോൾ ഈ അപ്പ്, ചാമ്, ടോപ്പ് ആദ്യം കാണുന്നവർക്കെല്ലാം +2/3, രണ്ടാമത് കാണുന്നവർക്ക് ഓരോ ജനറേഷൻ, ഇത് 3 ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ. രണ്ടാമത് കാണുന്നവർക്ക് -1/3 ആണ് ചാർജ്. അത് മനസ്സിലാക്കാം. ഈ സ്പിന്ന്, ക്വാക്സിൻ്റെ എല്ലാ സ്പിന്ന് ഹാഫാണ്. ഒരുമിച്ച് അങ്ങോട്ട് ഓർക്കുക, ക്വാക്സ് എല്ലാം സ്പിന്ന് ഹാഫാണ്. സോ ദേ ആർ ബേരിയോൺസ്. ക്വാക്സിൻ്റെ എല്ലാം സ്പിൻ ഹാഫാണ്. സ്പിൻ ഹാഫ് അല്ലേ, ഹാഫോ 3/2 ഒക്കെ വന്ന ഒരു ബേരിയോൺസ് ആണ്. മനസ്സിലായോ? ബേരിയോൺസ് എന്ന് മാത്രമല്ല, ഒരു ബേരിയോൺസ് ആണ്, കറക്റ്റാണ്. അതേസമയം ഒരു ഫെർമിയോൺസ് ആണ്. ഹാഫും 3/2 ഒക്കെ വരുന്നവരെ ഫെർമിയോൺസ് ആണ്. ക്വാക്സ് എല്ലാം ഫെർമിയോൺസ് ആണ്. ക്വാക്സ് ചേരുമ്പോൾ നമുക്കറിയാം 3 ക്വാർക്ക് ചേർന്ന് കഴിഞ്ഞാൽ സ്പിന്ന്, നമുക്കറിയാം അതിൻ്റെ സ്പിന്നിൻ്റെ അഡീഷൻ വെറുതെ 3/2 എന്ന് എഴുതാൻ പറ്റില്ല. സ്പിന്നിൻ്റെ അഡീഷൻ വെക്ടർ അഡീഷനാണ്. 3 ക്വാർക്ക് ചേരുമ്പോൾ സ്പിൻ എത്രയാണ് വരുന്നത് അതനുസരിച്ച്. ഇപ്പോൾ 3 പേർക്ക്, ഇപ്പോൾ പ്രോട്ടോണിന് 3 ക്വാർക്ക് ചെയ്യുമ്പോൾ പ്രോട്ടോണിന് സ്പിന്ന് വരുന്നത് ഹാഫ് തന്നെയാണ്. മനസ്സിലായി? 3 ഹാഫ് ചേരുമ്പോൾ ഹാഫ് തന്നെയാണ്. വെക്ടർ അഡീഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. വെക്ടർ അഡീഷനാണ്. ഒരു ഹാഫ് ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. 2 ഹാഫുകൾ ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ന്യൂട്രോണിൻ്റെ സ്പിന്ന് ഹാഫ് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ സ്പിൻ എത്ര വരുന്നത് അതനുസരിച്ച് അവർ ഫെർമിയോൺ ആണോ മെസോൺ ആണോ. ഇപ്പോൾ മെസോൺസിൻ്റെ കേസ് എടുക്കുമ്പോൾ 2 ക്വാർക്കാണ്. ഒരു ക്വാർക്കും പിന്നെ അതിൻ്റെ ആൻറ്റി ക്വാർക്കുമാണ് മെസോൺസിൽ വരുന്നത്. മെസോൺസ്. ഈ ബേരിയോൺസ്, ഇപ്പോൾ ഇവർ ബേരിയോൺസ് ആണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ ബേരിയോൺസിൽ 3 ക്വാർക്കുകളാണ്. ഇപ്പോൾ പ്രോട്ടോൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, അപ്പ് ഡൗൺ പറഞ്ഞില്ല, 3 ക്വാർക്കുകളാണ്. അപ്പോൾ ന്യൂട്രോൺ ആണെങ്കിൽ UDD 3 ക്വാർക്കുകളാണ്. മെസോൺസിൽ അങ്ങനെയല്ല, ഒരു ക്വാർക്കോ ഒരു ആൻറ്റി ക്വാർക്കോ. മനസ്സിലായ? അങ്ങനെ വരുമ്പോൾ അവർ മനസ്സിലായി 2 ഹാഫാണ് വരുന്നത്. ഇപ്പോൾ 1 വരാനുള്ള സാധ്യതയുണ്ട്, 0 വരാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ചാണ് അവരുടെ സ്പിന്ന് ഇൻറ്റഗ്രലായി പോകുന്നത്. 0യും 1 ഇൻറ്റഗ്രൽ ആണല്ലോ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മോസ്റ്റ് ബേസിക് പാർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞ ഒന്നുകൂടിയും ഉറപ്പിച്ച് പറയാം. മോസ്റ്റ് ബേസിക് പാർട്ടിക്കിൾസ് ലെപ്റ്റോൺസും ക്വാക്സും ആണ്. ഈ ലെപ്റ്റോൺസ് വളരെ ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്. മാസ് വളരെ കുറഞ്ഞ പാർട്ടിക്കിൾസ്. ഇലക്ട്രോൺ ആയിക്കോട്ടെ, ന്യൂട്രോൺ ആയിക്കോട്ടെ, മ്യൂൺ ആയിക്കോട്ടെ, അതിൻ്റെ ന്യൂട്രോൺ ആയിക്കോട്ടെ, ടോപ്പ് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, അതിൻ്റെ ന്യൂട്രോൺ, അവരൊക്കെ മാസ് കുറഞ്ഞ പാർട്ടിക്കിൾസാണ്. ക്വാക്സ്, ഈ 6 ക്വാക്സും അവർ കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്. മനസ്സിലായ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്വാക്സ് കൊണ്ടുണ്ടാക്കുന്ന പാർട്ടിക്കിൾസ് നമ്മൾ ഹാഡ്രോൺസ് വിളിക്കുക. ഹാഡ്രോൺസ് എന്നുള്ള പേര് തന്നെ ഹെവി എന്നുള്ള അർത്ഥത്തിലാണ്. ശരിക്ക് പാർട്ടിക്കിൾസിനെ വേണമെങ്കിൽ തിരിക്കാം. ലെപ്റ്റോൺസും, പാർട്ടിക്കിൾ ഫിസിക്സിലെ പാർട്ടിക്കിൾസിനെ ലെപ്റ്റോൺസും ഹാഡ്രോൺസും ആയിട്ട് തിരിക്കാറുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ലെപ്റ്റോൺസ് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യാത്ത പാർട്ടിക്കിളാണ്. ഹാഡ്രോൺസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഇൻട്രാക്ട് ചെയ്യുന്ന പാർട്ടിക്കിളാണ്. ഇപ്പോൾ ക്വാക്സ് ആയാലെല്ലാം ക്വാക്സിനൊക്കെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഫീൽ ചെയ്യും. ലെപ്റ്റോൺസിന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഫീൽ ചെയ്യുക. അതേസമയം ഇവർക്ക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഫീൽ ചെയ്യുക. അവർ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വഴിയാണ് ഇൻട്രാക്ട് ചെയ്യുക. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വഴിയാണ് ഇൻട്രാക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ശരിക്കും ബീറ്റാ ഡീക്കേ ഒക്കെ പറയില്ലേ, ഇലക്ട്രോണും അതേപോലെ തന്നെ ന്യൂട്രോണും കൂടി പുറത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ന്യൂക്ലിയസിന്, ബീറ്റാ ഡീക്കേ, ബീറ്റാ മൈനസ് ഡീക്കേ, അല്ലെങ്കിൽ പോസിട്രോണും ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രോണും തമ്മിൽ ഒരുമിച്ച് പുറത്ത് വരിക, അല്ലെങ്കിൽ പോസിട്രോണും ന്യൂട്രോണും പുറത്ത് വരിക. അതിന് നമ്മൾ ബീറ്റാ ഡീക്കേ എന്ന് പറയാം. ബീറ്റാ ഡീക്കേയിലൊക്കെ ആണ് നമ്മൾ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കേട്ടിട്ടുള്ളത്. അപ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ ആക്ട് ചെയ്യുന്നത് പാർട്ടിക്കിൾസാണ് ലെപ്റ്റോൺസ്. ക്വാക്സ് ഒക്കെ ഹാഡ്രോൺസിലുള്ളതാണ്. മനസ്സിലായ? ഹാഡ്രോൺസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, മനസ്സിലായി? ഹാഡ്രോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്വാക്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർ ലെപ്റ്റോൺസും, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ഹാഡ്രോൺസും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ലെപ്റ്റോൺസും, എക്സ്പീരിയൻസ് ചെയ്യുന്നവർ ഹാഡ്രോൺസും. ഹാഡ്രോൺസിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. ഹാഡ്രോൺസ് 2 ഗ്രൂപ്പാണ്. ഒന്ന് ബേരിയോൺസ്, 2 മെസോൺസ്. ഇവർ തിരിക്കാൻ നമ്മളിങ്ങനെ പറയും, ഇവർ
3 ക്വാർക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. ക്വാർക്ക് 3 ക്വാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളവർ ബേരിയോൺസും, ഒരു ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും ഉണ്ടാക്കിയിട്ടുള്ളത് മെസോൺസും. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇത് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിന്നിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്പിന്നിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ബോസോൺസും ഫെർമിയോൺസും അറിയാം. ബോസോൺസ് ഇൻ്റഗ്രൽ സ്പിന്നുള്ളവരാണ്, 0 1 2 3 എക്സെട്ര. ഫെർമിയോൺസ് ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നുള്ളവരാണ്. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സ്പിന്നിൻ്റെ അടിസ്ഥാനം. മറ്റേത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യോ ഇല്ലയോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. യെസ്, ഇനി ബേരിയോൺസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രോട്ടോൺ UUD ആണ് എൻ്റെ ക്വാർക്ക് സ്ട്രക്ചർ. ഓക്കെ, ക്വാർക്ക് സ്ട്രക്ചർ UUD ആണ്. സ്പിന്ന് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൽ ഒമേഗ പാർട്ടിക്കിൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സ്പിന്ന് ഹാഫ് തന്നെയാണ്. ഭൂരിഭാഗം ബേരിയോൺസ് സ്പിന്ന് ഹാഫാണ്. ഇത് പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ്. നമുക്ക് തീരെ പരിചയമില്ലാത്തതാണ് പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ. പക്ഷേ എല്ലാ പാർട്ടിക്കിൾസിനും ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് പോൾ ഡിറാക്കിൻ്റെ ഒരു കൺസെപ്റ്റ്. അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിൾ. അപ്പോൾ പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ശരിക്കും P ബാർ എന്ന് എഴുതിയിട്ടുള്ളത്. ന്യൂട്രോണിനും അതേപോലെ ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട്. ന്യൂട്രോണിൻ്റെ ക്വാർക്ക് സ്ട്രക്ചറാണ്. ഇപ്പോൾ ആൻറ്റി പാർട്ടിക്കിൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്വാർക്ക് സ്ട്രക്ചർ എങ്കിൽ, ക്വാർക്ക് കണ്ടന്റ് എങ്കിൽ, ആൻറ്റി പാർട്ടിക്കിളിന് അതിൻ്റെ എല്ലാം എന്താ പറയുക, ആൻറ്റി ക്വാർക്കുകളാണ് വരിക. ഇപ്പോൾ അപ്പ് ക്വാർക്കിൻ്റെ ആൻറ്റി ക്വാർക്ക് ഉണ്ട്, അപ്പ് ക്വാർക്കിൻ്റെ ആൻറ്റി ക്വാർക്ക് അല്ലേ, ഡൗണിന് അതിൻ്റെ ആൻറ്റി ക്വാർക്ക് ഉണ്ട്. എല്ലാ ക്വാർക്കുകൾക്കും ആൻറ്റി ക്വാർക്കുകളുണ്ട്, അത് മനസ്സിലാക്കണം. ഇലക്ട്രിക് ചാർജ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആൻറ്റി പ്രോട്ടോൺ എന്നുള്ളത് മൈനസ് ചാർജാണ്. ചാർജ് ഓപ്പോസിറ്റാണ്. ശ്രദ്ധിക്കേണ്ട ചില പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളും തമ്മിൽ ചാർജ് ഓപ്പോസിറ്റാണ്. ചാർജ് ഇല്ലെങ്കിൽ പിന്നെ രണ്ടിനും ഉണ്ടാകില്ല. ഇപ്പോൾ ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ആൻറ്റി ന്യൂട്രോണിന് എന്തില്ല, ചാർജ് ഇല്ല, അങ്ങനെ പറയാൻ പറ്റും. മാസുകൾ ഇവിടെ ഗിഗ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയറിൽ എഴുതിയിട്ടുള്ളതാണ് മാസുകൾ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ക്വാർക്കുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ 3 ആൻറ്റി പാർട്ടിക്കിളാണ്, 3 ആൻറ്റി ക്വാർക്കുകൾ കാണാൻ പറ്റും. കണ്ട 3 ക്വാർക്ക്. പക്ഷേ മെസോൺസിൽ അങ്ങനെയല്ല. 3 ക്വാർക്കുള്ളതാണ് ബേരിയോൺസ്. മെസോൺസ് എന്താ, ഒരു ക്വാർക്കും അതിൻ്റെ ആൻറ്റി ക്വാർക്കും ഉള്ളതാണ് മെസോൺസ്. കണ്ടല്ലേ, ക്വാർക്കും ആൻറ്റി ക്വാർക്കും. പൈ മെസോൺ അല്ലെങ്കിൽ കയോൺ K പാർട്ടിക്കിൾ അല്ലേ, K മെസോൺ, റോ മെസോൺ, അതുപോലെ B0, ഈറ്റ. ഓക്കെ, ഇതൊക്കെ മെസോൺസ് ആണ്. ഈ മെസോൺസ് അവർക്കുണ്ട് ഒരു ക്വാർക്ക് സ്ട്രക്ചർ ഉണ്ട്. ഒരു ക്വാർക്കും ആൻറ്റി S U ബാർ, S സ്ട്രെയിഞ്ച് ആണ്, U ബാർ എന്നുള്ളത് അപ്പ് ക്വാർക്കിൻ്റെ ആൻറ്റി ക്വാർക്കാണ്. അതുപോലെ UD ബാർ, DB ബാർ, CC ബാർ, ഇതൊക്കെ മെസോൺസിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതനുസരിച്ച് അവർ ചാർജുകൾ 5+ന് ഇപ്പോൾ ഇത് ചാർജാണ് കാണിക്കുന്നത്. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. പ്ലസ് ചാർജ് ഇല്ലാത്ത 0 എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കി ചാർജ് പറയാൻ പറ്റും. +1 ഉദ്ദേശിച്ചത് +1 E ആണ് കേട്ടോ. +1 ഉദ്ദേശിച്ചത് +1 കൂളുമ്പോൾ ഒന്നുമല്ല, ഇയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണല്ലോ ചാർജ് ഉള്ളത്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് E എന്നുള്ളത്. സ്പിന്ന് മെസോൺസ് ആണല്ലോ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആണ് വരിക. പ്രോട്ടോണിൻ്റെ സ്ട്രക്ചറാണ് കണ്ടിട്ടുള്ളത് UD. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ചാർജ് 1 വരുന്നതെന്നൊക്കെ. ന്യൂട്രോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെസോൺസ് വരുമ്പോൾ പൈ മെസോൺ UD ബാർ പൈ പ്ലസ് ആണ് UD ബാർ. അപ്പോൾ അതിൻ്റെ ചാർജ് വരുമ്പം +1 ആണ് വരുന്നത്. കാരണം യുവിന് 2/3, ഡി ബാറിന് ഡിക്ക് -1/3 ആണ്, ഡി ബാറിന് +1/3 ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ പ്ലസ് ചാർജാണ് വരുന്നത്. ക്വാർക്കുകൾ തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. ഫ്രീ ക്വാർക്ക്, ഒരു ക്വാർക്ക് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. 2 ക്വാർക്കുകളും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഒരു ക്വാർക്കും ആൻറ്റി ക്വാർക്കും നമ്മൾ സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇത് പോസിബിൾ അല്ല. അതാണ് അതിൽ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്വാർക്കും ആൻറ്റി ക്വാർക്കും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ മെസോൺ എന്ന് വിളിക്കുക. മെസോൺ അല്ലേ. 2 ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 2 ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും ആയിട്ടില്ല. പകരം 3 ക്വാർക്കുകൾ ഒരുമിച്ച് നിൽക്കും. അതാണ് നമ്മൾ ബേരിയോൺ എന്ന് വിളിക്കുക. ബേരിയോൺ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബേരിയോൺ നമ്പർ, ലെപ്റ്റോൺ നമ്പർ. ആദ്യം ബേരിയോൺ നമ്പർ പറയട്ടെ. ബേരിയോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ബേരിയോൺസിനെല്ലാം ബേരിയോൺ നമ്പർ 1 ആണ്.
എളുപ്പമാണ്. പ്രോട്ടോൺ ആയിക്കോട്ടെ, ന്യൂട്രോൺ ആയിക്കോട്ടെ, സിഗ്മ പാർട്ടിക്കിൾ ആയിക്കോട്ടെ. ബേരിയോൺ ആണെങ്കിൽ ബേരിയോൺ നമ്പർ 1 ആണ്. ഈ പാർട്ടിക്കിൾസിന് തന്നെ ആൻറ്റി പാർട്ടിക്കിൾ, ഇപ്പോൾ പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി പ്രോട്ടോൺ, ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി ന്യൂട്രോൺ, അവർക്കൊക്കെ ബേരിയോൺ നമ്പർ -1 ആണ്. ബേരിയോൺ ആണെങ്കിൽ ബേരിയോൺ നമ്പർ +1, ആൻറ്റി പാർട്ടിക്കിൾ ആണെങ്കിൽ ബേരിയോൺ നമ്പർ -1. ബേരിയോൺ അല്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ മെസോണോ ലെപ്റ്റോണോ ഒക്കെ ആണെങ്കിൽ അവർ ബേരിയോൺസ് അല്ല. അപ്പോൾ അവരുടെ ബേരിയോൺ നമ്പർ 0 ആണ്. അവർക്ക് ബേരിയോൺ നമ്പർ 0 ആണ്. അതാണ് ബേരിയോൺ നമ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ക്വാക്സിൻ്റെ ബേരിയോൺ നമ്പർ 1/3 ആണ്. ക്വാക്സിൻ്റെ ഇപ്പോൾ അപ്ക്വാർക്കാണ്, അതിൻ്റെ ബേരിയോൺ നമ്പർ 1/3 ആണ്. അത് മനസ്സിലാക്കണം, 1/3. അതുകൊണ്ടാണ് ക്വാക്സിൻ്റെ ബേരിയോൺ നമ്പർ 1/3 ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പ്രോട്ടോണിൽ UUD, അപ്പോൾ 3 1/3 ആണ് വരുന്നത്. അങ്ങനെയാണ് ബേരിയോൺ നമ്പർ 1 വരുന്നത്. ക്വാക്സിൻ്റെ ബേരിയോൺ നമ്പർ 1/3 ആണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. ആൻറ്റി ക്വാക്സിൻ്റെ ബേരിയോൺ നമ്പർ -1/3 ആണ്. ആൻറ്റി ക്വാക്സിൻ്റെ ഇപ്പോൾ U ബാർ ആണെങ്കിൽ അതിൻ്റെ ബേരിയോൺ നമ്പർ എത്രയാണ്? -1/3 ആണ്. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ മെസോൺസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഒരു ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് 1/3 മറ്റേതിന് -1/3 വരുന്നതുകൊണ്ടാണ് ബേരിയോൺ നമ്പർ ഇല്ല എന്ന് പറയുന്നത്. ബേരിയോൺ നമ്പർ ഇല്ല. മെസോൺസ് ബേരിയോൺ നമ്പർ 0 ആണ്. ലെപ്റ്റോൺസും ബേരിയോൺസ് അല്ല, അവർക്ക് ബേരിയോൺ നമ്പർ ഇല്ല. അപ്പോൾ ബേരിയോൺസിൻ്റെ ബേരിയോൺ നമ്പർ 1ഉം ആൻറ്റി ബേരിയോൺസിൻ്റെ ബേരിയോൺ നമ്പർ -1ഉം. ബേരിയോൺസ് അല്ലാത്തവയ്ക്ക് എന്തില്ല? ബേരിയോൺ നമ്പർ ഇല്ല. ഇനി ക്വാക്സ് ഒക്കെ ബേരിയോൺസ് ആണ്. ക്വാക്സിന് ബേരിയോൺ നമ്പർ എന്താണ്? 1/3 ആണ്. കേട്ടോ, ക്വാക്സ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആണല്ലോ, അവരുടെ ബേരിയോൺ നമ്പർ 1/3 ആണ്. ക്വാക്സ് കൊണ്ടാണ് ശരിക്കും ബേരിയോൺസ് ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കാം. ഇനി ലെപ്റ്റോൺ നമ്പർ എന്നൊരു സംഭവമുണ്ട്. ലെപ്റ്റോൺ നമ്പറിൽ 3 ലെപ്റ്റോൺ നമ്പർ ഉണ്ട്. ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ ഉണ്ട്, മ്യൂൺ ലെപ്റ്റോൺ നമ്പർ ഉണ്ട്, ടോ ലെപ്റ്റോൺ നമ്പർ ഉണ്ട്. മനസ്സിലായി? LE ഉണ്ട്, LMU ഉണ്ട്, LT ഉണ്ട്. 3 സെപ്പറേറ്റ് ആണ് പറയുന്നത്. 3 സെപ്പറേറ്റ് ആണ് പറയുന്നത്, ഒരുമിച്ചല്ല. ലെപ്റ്റോൺ ആണെങ്കിൽ ലെപ്റ്റോൺ നമ്പർ +1, ലെപ്റ്റോൺ അല്ല ആൻറ്റി ലെപ്റ്റോൺ ആണെങ്കിൽ -1, ലെപ്റ്റോൺ അല്ലെങ്കിൽ 0, അങ്ങനെയല്ല പറയുന്നത്. ഇലക്ട്രോൺസിന് കണ്ട, ഇപ്പോൾ ഇത് ഇലക്ട്രോൺ ആണ്, ഇത് അതിൻ്റെ ന്യൂട്രോൺ ആണ്, ഇലക്ട്രോൺ ന്യൂട്രോൺ. അവർക്ക് ലെപ്റ്റോൺ നമ്പർ +1. അവർക്ക് ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ +1, അവർക്ക് മ്യൂ ലെപ്റ്റോൺ നമ്പറോ ടോ ലെപ്റ്റോൺ നമ്പറോ ഇല്ല. കാരണം അവർ ഇലക്ട്രോൺ എന്നുള്ള ഒരു ജനറേഷനിൽ വരുന്നതാണ്. ഇനി ഈ ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ഇവിടെ കാണുന്ന പോസിട്രോൺ. ന്യൂട്രോണോടെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രോൺ. അവർക്ക് ആൻറ്റി പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ലെപ്റ്റോൺ നമ്പർ LE അല്ല ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ -1 ആണ്. അവർക്ക് മറ്റ് ലെപ്റ്റോൺ നമ്പേഴ്സ് ഇല്ല. ഓക്കെ, ഇതേപോലെ അടുത്ത ജനറേഷൻ എടുക്കുമ്പോൾ മ്യൂ ആണ്. ഈ മ്യൂ മൈനസ് എന്നുള്ളതാണ് പാർട്ടിക്കിൾ, ഇതും പാർട്ടിക്കിളാണ് മ്യൂ ന്യൂട്രിനോ. അതിന് ലെപ്റ്റോൺ നമ്പർ അതിൽ LMU ആണുള്ളത്, +1 ആണുള്ളത്. ഇവർക്ക് രണ്ടാൾക്കും, ഇവർ രണ്ടും ആൻറ്റി പാർട്ടിക്കിൾസ് ആണ്. അവർക്ക് LMU -1 ആണ്. അവർക്ക് എന്തില്ല? LE ഇല്ല, ഉണ്ടാ ടോയും ഇല്ല. ഇനി ടോ പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ മൂന്നാം ജനറേഷൻ, ഇത് രണ്ടുമാണ് പാർട്ടിക്കിൾസ്. അവർക്ക് Lτ 1ഉം ആൻറ്റി പാർട്ടിക്കിൾസിന് Lτ -1ഉം. കേട്ടോ, ആൻറ്റി പാർട്ടിക്കിൾസിന് Lτ -1. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത് വെച്ചാൽ ഇലക്ട്രോൺ, കാരണം ഇത് ഈ മൈനസ് കാണുമ്പോൾ അത് ആൻറ്റി പാർട്ടിക്കിളാന്ന് വിചാരിക്കരുത്. ഇലക്ട്രോൺ ആണ് പാർട്ടിക്കിളായിട്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായ? ന്യൂട്രിനോയും. പോസിട്രോൺ ആൻറ്റി പാർട്ടിക്കിളാണ്. മനസ്സിലായി? പോസിട്രോണോ ആൻറ്റി ന്യൂട്രിനോ ആൻറ്റി പാർട്ടിക്കിൾസ് ആണ്. അതിലിവിടെ കണ്ട മൈനസ് ഉള്ളതാണ് പാർട്ടിക്കിൾ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിൽ 20 MCQs ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ ഐഡിയയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി പെട്ടെന്ന് MCQs ഡിസ്കസ് ചെയ്യാൻ. MCQs മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറൊക്കെ എഴുതുന്നവർക്ക് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഉപകാരമാവും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാംസ്, MCQ എക്സാംസ് എഴുതുന്നവർക്കും ഒബ്ജക്റ്റീവ് എക്സാംസ് എഴുതുന്നവർക്ക് അത് യൂസ്ഫുൾ ആവും. ക്വസ്റ്റ്യൻ വായിക്കാം. ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് അടിസ്ഥാന അണുവല്ലാത്തത്? ബേസിക് പാർട്ടിക്കിൾ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അല്ലാത്ത ഏതാണ്? ഇപ്പോൾ ഇലക്ട്രോൺ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ്, പ്രോട്ടോൺ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അല്ല. ന്യൂട്രിനോയും ഫോട്ടോണൊക്കെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ്. പ്രോട്ടോൺ നമ്മൾ പറഞ്ഞ പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്ന 3 ക്വാർക്ക് കൊണ്ടാണ്. മനസ്സിലായി? ക്വാക്സ് ആണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ, പ്രോട്ടോൺ എന്തല്ല? ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അല്ല. പ്രോട്ടോൺ ആണ് അതിൻ്റെ ആൻസർ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒരുമിച്ച് പിടിച്ചു വയ്ക്കുന്ന അടിസ്ഥാന ബലം. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിൽ ഒരുമിച്ച് നിർത്തുന്ന ബലം എന്നുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനെയും ന്യൂക്ലിയസിൽ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഹാഡ്രോൺസ് വിളിക്കുന്നത്. ഹാഡ്രോൺസ്, ദേ ആർ ഹാഡ്രോൺസ് എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് കേട്ടോ.
അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അതിൻ്റെ ആൻസർ. ദ ഫണ്ടമെന്റൽ ഫോഴ്സ് ഹോൾഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ. അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇലക്ട്രോൺ ഏത് തരത്തിലുള്ള അടിസ്ഥാന അണുവാണ്? വാട്ട് ടൈപ്പ് ഓഫ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഈസ് ആൻ ഇലക്ട്രോൺ? ഇലക്ട്രോൺ ഏതിലാണ് പെടുന്നത്? ഇലക്ട്രോൺ ലെപ്റ്റോൺ ആണ് അല്ലേ? ഇലക്ട്രോൺ ലെപ്റ്റോൺസിലാണ് പെടുന്നത്. സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം എത്ര ക്വാർക്കുണ്ട്? 6 ക്വാർക്കുണ്ട് നമ്മൾ കണ്ടു. സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം 3 ജനറേഷൻ, അപ്പ്, ഡൗണ്, ടോപ്പ്, ബോട്ടം. അതിന് മുമ്പ് ചാം, സ്ട്രേഞ്ചിനെസ് ഉണ്ട് അല്ലേ? സ്ട്രേഞ്ചിനെസ്, ടോപ്പ്, ബോട്ടം. അങ്ങനെ 6 ജനറേഷൻ, 6 ക്വാക്സ്, 3 ജനറേഷൻ അല്ലേ? ക്വാക്സ്. ചുവടെ ഉള്ളവയിൽ ഏതാണ് ഒരു ഗേജ് ബോസോൺ? ഗേജ് ബോസോൺ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ആണ്. ഗേജ് ബോസോൺ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ആണ്. ഈ ഗേജ് ബോസോൺ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ 4 എണ്ണം അവിടെ കാണാണ്ട് നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്തു. പക്ഷേ ഈ ഫോഴ്സുകളുടെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഗേജ് ബോസോൺസ് പറയുക. അങ്ങനെ പറയുമ്പോൾ ഇവർ 4 പേരാണ്. 4 പേരാണ് ഫോഴ്സുകളുടെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ. ഓക്കെ, ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച്. അപ്പോൾ ഗ്ലൂവോണ്, ഫോട്ടോൺ, പിന്നെ സെഡ് ബോസോൺ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. ഡബ്ല്യൂവിൽ പ്ലസും ഡബ്ല്യു മൈനസും ഉണ്ട് അല്ലേ? 4 ഞാൻ പറഞ്ഞെന്നുള്ളൂ. 4 ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 4 എണ്ണം. ഇവരാണ് ഗേജ് ബോസോൺസ് അറിയപ്പെടുന്നത്. കണ്ടോ, ഗേജ് ബോസോൺസ്. ഹിഗ്സ് ബോസോൺ എന്നുള്ളത് മാറ്ററിന് മാസ് കൊടുക്കുന്ന പാർട്ടിക്കിളായിട്ടാണ് അറിയപ്പെടുന്നത്. ഹിഗ്സ് ബോസോൺ എന്നുള്ളത് അവരെ ഗേജ് ബോസോൺസിൽ കൂട്ടണ്ട, അതൊരു സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. മാറ്ററിന് മാസ് കൊടുക്കുന്ന ഒരു പാർട്ടിക്കിളാണ്. ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഇവരാണ്. ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഗേജ് ബോസോൺസ് അറിയപ്പെടുന്നവരാണ്. മാത്രമല്ല ഇപ്പോഴും ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിളായിട്ട് ഗ്രാവിറ്റോൺസിനെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, അത് എക്സ്ചേഞ്ച് പാർട്ടിക്കിളാണ്. ഓക്കെ, ഇത് ഗേജ് ബോസോൺസ് എന്ന് പറയുമ്പോൾ ഇവരാണ് ഗേജ് ബോസോൺസ് ആയിട്ട് അറിയപ്പെടുന്ന പാർട്ടിക്കിൾസ്. ഹിഗ്സ് ബോസോൺ ഒരു ബോസോൺ തന്നെയാണ്, പക്ഷേ മാസിൻ്റെ പദാർത്ഥങ്ങൾക്ക് മാസ് കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ഹിഗ്സ് ബോസോൺ. ഗേജ് ബോസോൺ എന്ന് പറയുമ്പോൾ ഹിഗ്സ് ബോസോൺ പെട്ടെന്ന് കൺഫ്യൂഷൻ വരണ്ട. ഗ്ലൂവോൺ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗ്ലൂവോൺ ആണ് ഗേജ് ബോസോൺ. ന്യൂട്രിനോയുടെ ചാർജ് എത്രയാണ്? വൈദ്യുത ഭാരം എന്ന് ഉദ്ദേശിച്ച ചാർജാണ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ന്യൂട്രിനോ? ന്യൂട്രിനോയ്ക്ക് ചാർജ് ഇല്ല. ന്യൂട്രിനോയ്ക്കും ആൻറ്റി ന്യൂട്രിനോയ്ക്കും ഒന്നും എന്തില്ല? ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസാണ് ന്യൂട്രിനോ. ഇലക്ട്രോൺ ന്യൂട്രിനോ ആയാലും മ്യൂൺ ന്യൂട്രിനോ ആയാലും അവർക്ക് ചാർജ് ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് മോഡലിൽ ഹിഗ്സ് ബോസോണിൻ്റെ പ്രധാന ചുമതല എന്നുള്ളത് അടിസ്ഥാന അണുക്കൾക്ക് ദ്രവ്യം നൽകുക. മനസ്സിലായി? ബേസിക് പാർട്ടിക്കിൾസിന് മാസ് കൊടുക്കുന്ന, ഇപ്പോൾ ക്വാക്സ് ആയിക്കോട്ടെ, ലെപ്റ്റോൺസ് ആയിക്കോട്ടെ, അവർക്കെല്ലാം മാസ് കൊടുക്കുന്ന പാർട്ടിക്കിൾ ഏതാ? ഹിഗ്സ് ബോസോൺ ആണ്. അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് മോഡൽ, വാട്ട് ഈസ് എ മെയിൻ റോൾ ഓഫ് ഹിഗ്സ് ബോസോൺ അല്ലേ? മെയിൻ റോൾ എന്നുള്ളത് ഗിവിങ് മാസ് ടു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ക്വാർക്ക് ആണ് ഏറ്റവും ഭാരമേറിയത്? ക്വാക്സിലെ ഏറ്റവും ഭാരമേറിയത് ഏതാണ്? അത് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിലേക്ക് തന്നെ പോവാം. ക്വാക്സിൽ അവിടെ നമ്മൾ മാസ് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ക്വാക്സിൽ എല്ലാ ക്വാർക്കുകളിലെയും മാസ് കൊടുത്തിട്ടുണ്ട്. ഇവരാണല്ലോ ക്വാക്സ്. 6 പേരല്ലേ ക്വാക്സ്. അവരെ മാസ് MEV ഇത് 2.3 MEV/c². നിങ്ങൾക്ക് അത് കാണാൻ എത്തിയിരിക്കുന്നത് 1.275 MEV GeV. ഇത് ഗിഗ ഇലക്ട്രോൺ വോൾട്ടാണ്. MEVയേക്കാളും മെഗായേക്കാളും കൂടുതലാണ് ഗിഗ. കാരണം ഇത് 10⁹ ആണ്, മറ്റേ 10⁶ ഉള്ളൂ അല്ലേ? അപ്പോൾ ചാം ഇത് 2.3, 1.2 ഗിഗ, ഇത് 173 ഗിഗ, ഇത് 4.8 ഗിഗ, ഇത് 95 മെഗ, 4.8 മെഗ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് ക്വാർക്കിനാണ് ഏറ്റവും മാസുള്ളത്. ടോപ്പ് ക്വാർക്കാണ് എന്താ പറയുക, ഹെവിയസ്റ്റ് ക്വാർക്ക് ഇതാണ്. ഇതിൽ ലൈറ്റസ്റ്റ് ക്വാക്ക് ഏതാണെന്ന് നോക്കാം. ലൈറ്റസ്റ്റ് ക്വാക്ക് എന്നുള്ളത് MEVയിൽ വരുന്നത് ഇത് 2 ആള്. യെസ്, ബാക്കിയെല്ലാം GeVയിലാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റസ്റ്റ് ക്വാക്ക് അപ്പ് ക്വാർക്കാണ്. ലൈറ്റസ്റ്റ് ആയിട്ടുള്ളതും മനസ്സിലായ, ഹെവിയസ്റ്റ് ആയിട്ടുള്ളത് ടോപ്പുമാണ്. ക്വസ്റ്റ്യൻസിലേക്ക് വരട്ടെ. യെസ്, ഹെവിയസ്റ്റ് ആയിട്ടുള്ളത് ടോപ്പാണ് കേട്ടോ. ഇത് ലൈറ്റസ്റ്റ് ആണ്. അപ്പ് ക്വാർക്ക് ലൈറ്റസ്റ്റ് ക്വാർക്കാണ്. ഡൗൺ ക്വാർക്കിൻ്റെ ചാർജ് എന്താണ്? വൈദ്യുത ഭാരം ചാർജ്. ഡൗൺ ക്വാർക്കിന് -1/3 ആണ്. -1/3 ആണ് ഡൗൺ ക്വാർക്കിന്. അപ്പിന് +2/3 ആണ്. ഡൗൺ ക്വാർക്കിന് -1/3 ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് മധ്യസ്ഥം ചെയ്യുന്ന പാർട്ടിക്കിൾസ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് W ബോസോൺസും
സെഡ് ബോസോൺസ് ആണ്. ഡബ്ല്യു പ്ലസ് ഉണ്ട്, ഡബ്ല്യു മൈനസ് ഉണ്ട്. ഡബ്ല്യുവും സെഡും ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്. ഹിഗ്സ് ബോസോൺ ആദ്യമായി എവിടെയാണ് കണ്ടെത്തിയത്? ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത് സേണിലാണ്. സേൺ ഞാൻ നേരത്തെ സേണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്ക് അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ലാബോറട്ടറിയാണ് യൂറോപ്യൻസ് ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്. സേണിലാണ് ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത് 2012. ഹിഗ്സ് ബോസോണിൻ്റെ സ്പിൻ 0 ആണ്. ഹിഗ്സ് ബോസോണിന് സ്പിൻ ഇല്ല, സ്പിൻ 0 ആണ്. അല്ലെങ്കിൽ സ്കാലാർ ബോസോൺ എന്ന് വിളിക്കും. സ്കാലാർ ബോസോൺ. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയ വർഷം 2012 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2012 ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത്. പീറ്റർ ഹിഗ്സിൻ്റെ പേരിലാണ് ഹിഗ്സ് ബോസോൺ എന്നുള്ള പേര് വരുന്നത്. പീറ്റർ ഹിഗ്സ് ആണ്, അവരാണ് ശരിക്കും പറഞ്ഞാൽ പീറ്റർ ഹിഗ്സ് ആണ് മെയിനായിട്ട് ഹിഗ്സ് ബോസോൺ എന്നുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്തത്. കണ്ടെത്തിയതിന് ശേഷമല്ല, പ്രെഡിക്റ്റ് ചെയ്തതിന് ശേഷമാണ് കണ്ടെത്തി. ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, മാസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു പീറ്റർ ഹിഗ്സ്. അതിന് ശേഷമാണ് നമുക്കറിയാം 2012 കണ്ടെത്തുന്നത്. ഒത്തിരി വർഷം മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തതാണ്, 2012 കണ്ടെത്തുന്നത്. പീറ്റർ ഹിഗ്സ് മരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്, 2024 പീറ്റർ ഹിഗ്സ് മരിച്ചിട്ടുള്ളത്. ഹിഗ്സ് ബോസോണിൻ്റെ കണ്ടെത്തലിന് അനുഭവമായതിനു ശേഷം ആർക്കാണ് നോബൽ ബഹുമതി ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഹു റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ ദ തിയററ്റിക്കൽ ഡിസ്കവറി ഓഫ് ദ ഹിഗ്സ് ബോസോൺ. കേട്ടോ, തിയററ്റിക്കൽ ഡിസ്കവറി, തിയററ്റിക്കലി ഡിസ്കവർ ചെയ്ത് ഹിഗ്സ് ബോസോൺ എന്നൊരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് തിയററ്റിക്കലി, എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചല്ല, തിയററ്റിക്കലി കണ്ടെത്തിയത് പീറ്റർ ഹിഗ്സ് ആണ്. പീറ്റർ ഹിഗ്സും അതുപോലെ ഫ്രാങ്കോയിസ് എഗ്ലർട്ട്, എൻ്റെ മലയാള ട്രാൻസ്ലേഷൻ കുറച്ച് വ്യത്യാസത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഫ്രാങ്കോയിസ് എഗ്ലർട്ട് ഉണ്ടോ? ഫ്രാങ്കോയിസ് എഗ്ലർട്ട്, പീറ്റർ ഹിഗ്സും ഫ്രാങ്കോയിസ് എഗ്ലർട്ടും, ഇവർ രണ്ടുപേരാണ് നോബൽ പ്രൈസ് 2013 നോബൽ പ്രൈസ്. 2012 കണ്ടെത്തുന്നത്, 2012 2013 അവർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത്. പീറ്റർ ഹിഗ്സും ഫ്രാങ്കോയിസ് എഗ്ലർട്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ബലം വഹിക്കുന്ന എക്സ്ചേഞ്ച് ബോസോണത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഫോട്ടോൺ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഫോട്ടോൺ തന്നെയാണ്. എക്സ്ചേഞ്ച് ബോസോണിൽ ഏതൊരു തരം കണികളാണ്? എക്സ്ചേഞ്ച് ബോസോൺസ് ആണല്ലോ. ബോസോൺസ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിളാണ്. മുഴുവൻ സംഖ്യ സ്പിന്നുള്ള ബോസോണുകൾ അല്ലെങ്കിൽ ബോസോൺസ് വിത്ത് ഇൻ്റഗ്രൽ സ്പിന്നാണ് എക്സ്ചേഞ്ച് ബോസോൺസ് അല്ല. ബോസോൺസ് ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ സ്പിന്നാണല്ലോ. ശക്തമായ അണുബലം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾ വഹിക്കുന്ന ബോസോൺ ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഗ്ലൂവോൺസ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഗ്ലൂവോൺസ് ആണ്. ദുർബല അണുബലം എന്ന് പറഞ്ഞാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വഹിക്കുന്നത് അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന അവരുടെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഏത് ബോസോൺസ് ആണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ നേരത്തെ അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ് അല്ലേ. ഡബ്ല്യു പ്ലസ് ഉണ്ട്, ഡബ്ല്യു മൈനസ് ഉണ്ട്, സെഡ് ബോസോൺ ഉണ്ട്. ഡബ്ല്യു പ്ലസും ഡബ്ല്യു മൈനസും Z0 ബോസോൺസും. താഴെ പറയുന്ന എക്സ്ചേഞ്ച് ബോസോണിൽ ഏതാണ് ഇനിയും കണ്ടെത്താത്തത് കേട്ടോ? മലയാള ട്രാൻസ്ലേഷൻ റിവേഴ്സ് ആണ്. ഇനിയും ഡിറ്റക്റ്റ് ചെയ്യപ്പെടാത്തത്, കണ്ടെത്താത്തതാണ്. മനസ്സിലായി? കണ്ടെത്താത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഈസ് സ്റ്റിൽ ഹൈപ്പോത്തറ്റിക്കൽ ആൻഡ് നോട്ട് യെറ്റ് ഡിസ്കവേർഡ്? ഇപ്പോഴും കണ്ടെത്താത്തത് ഏതാണ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴും കണ്ടെത്താത്തത് ഗ്രാവിറ്റോൺസ് ആണ്. ഇതുവരെ ഡിറ്റക്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ കണ്ടെത്താത്തതാണ് കറക്റ്റ്. അത് ഗ്രാവിറ്റോൺസ് ആണ്. ഫെർമിയോണുകളുടെ പ്രധാന പ്രത്യേകത എന്താ? ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നാന്ന് നമുക്കറിയാം. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നത് ഫെർമിയോൺസ് ആണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇവിടെ ഹാഫ് ഇൻറ്റഗ്രൽ സ്പിൻ എന്നുള്ള ഓപ്ഷൻ ഇല്ല, ഇൻറ്റഗ്രൽ സ്പിൻ എന്നുള്ള ഓപ്ഷനാണുള്ളത്. അത് തെറ്റാണ്. they obey പോളീസ് എക്സ്ക്ലൂഷൻ. ഫെർമിയോൺസ് ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നത്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്, നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരു സ്റ്റേറ്റിൽ 2 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പാടില്ല? 2 പാർട്ടിക്കിളിന് 2 ഫെർമിയോണിന് ഇരുത്താൻ പാടില്ല എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിൽ 2 ഫെർമിയോൺ. പക്ഷേ ഇലക്ട്രോൺസിൻ്റെ കേസിലൊക്കെ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിന് 2 സ്പിൻ സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ 2 ലെവലായിട്ട് അവർ വിചാരിക്കാം. 2 സ്പിൻ സ്റ്റേറ്റ്, പ്ലസ് ഹാഫ് ഉള്ളവരും
മൈനസ് ഹാഫ് ഉള്ളതുകൊണ്ട് ഇരുത്താൻ പറ്റും. പക്ഷേ 2 പ്ലസ് ഹാഫുകാരെ ഒരു സ്റ്റേറ്റിൽ ഇരുത്താൻ പറ്റില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു ഫില്ലിംഗ് നടക്കില്ല. മനസ്സിലായി? ഇങ്ങനെ നടക്കില്ല. ഒരെണ്ണം പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റേത് മൈനസ് ഹാഫ് ആയിരിക്കണം അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇതിങ്ങനെയാണെങ്കിൽ മറ്റേത് ഇങ്ങനെയുള്ളതായിരിക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പോളിയുടെ ഒഴിവാക്കൽ നിയമം അനുസരിക്കുന്നു. ഫെർമിയോണുകളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ എല്ലാ ഭാഗം കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന. പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള 20 MCQs നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക. ഓക്കെ. ഈ വെക്കേഷന് നിങ്ങൾക്ക് HSA ഇൻറ്റൻസ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഫിസിക്സ് മൈഗ്രേഷൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് റോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.